എൻ്റെ ഉണ്ടക്കണ്ണ് കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് പിസ്സ ട്രൈ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. ദാ ഈ പിസ്സ എക്സ്പ്രസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ പിസ്സ ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവർ മെനു കാർഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന്. അയ്യോ, എന്തോ പേരൊക്കെയാണോ ആവോ ഇത്. അങ്ങനെ അതികഠിനമായ അതിലുള്ള പേരുകളെല്ലാം പഠിച്ച് എന്തിലൊക്കെയോ പോയി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ആദ്യം തന്നെ ഞങ്ങളുടെ ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഒഴിക്കുന്ന കണ്ടാത്തൊന്നും എന്തോ വലിയ സംഭവമായി ഒഴിക്കുന്നതെന്ന്. വെറും നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ, അതാണേ സംഭവം. അങ്ങനെ നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ഡിഷ് വന്നു. ഇത് രണ്ടും സ്റ്റാർട്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാം. ഈ ഡിഷിൻ്റെ പേര് ഡോ ബോൾസ്. ഇത് പെസ്റ്റോ സോസിലും പിന്നെ എക്സ്ട്രാ ഡിപ്പിംഗ് സോസും അവർ തന്നിട്ടുണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്ന് പറയുന്നത് നമ്മുടെ പിസ്സയുടെ അതേ ഡോ എടുത്ത് ഇങ്ങനെ ഉണ്ട പോലെ ആക്കി പൊരിച്ചതാണോ ഓവനിൽ ബേക്ക് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ആക്കി തന്നൊരു ഡിഷാണ്, സോസിലൊക്കെ ആഡ് ചെയ്ത് നല്ലതായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഡിഷ് ട്രൈ ചെയ്യാം. ഇതൊരു ചിക്കൻ വിങ്സ് ബാറ്ററിൽ മുക്കി പൊരിച്ച ഒരു സംഭവമായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഭയങ്കര അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല, ഓക്കെ. അതും പെസ്റ്റോ സോസും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ കുറച്ച് സൺഡ്രൈഡ് ടൊമാറ്റോസും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ്, അതായത് പിസ്സ വന്നു. ഇതെന്ന് പറയുന്നത് ഞാൻ 2 ഫ്ലേവറിലുള്ള പിസ്സാസ് കമ്പൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു സൈഡിൽ ബീഫും ഒരു സൈഡിൽ ചിക്കനുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബീഫ് ട്രൈ ചെയ്തു. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ബീഫ് സ്റ്റേക്കൊക്കെ പോലെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് സ്റ്റേക്ക് നമ്മുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ. പിന്നെ ചിക്കനും അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ചിക്കനേക്കാളും ബീഫാണ് ഒരുപാട് ഇഷ്ടമായത്. അങ്ങനെ പിസ്സ ഒക്കെ എൻജോയ് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. അപ്പോഴാണ് വാച്ച് നോക്കിയത്. മണി 8:30 ആയേ. ഇവിടെ ഈ വെട്ട ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് സമയം 8:30 ആയി എന്നങ്ങോട്ട് നമ്മൾക്ക് ഓർമ്മയെ വരത്തില്ല. അതാ ഇപ്പം പ്രശ്നം.